ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ ഷഷ്ഠഃ ശ്ലോകഃ. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരേ സൗച്യതേ. കർമ്മേന്ദ്രിയങ്ങളെ അടക്കി നിർത്തിക്കൊണ്ട് യാതൊരുവൻ വിഷയങ്ങളെ മനസ്സുകൊണ്ട് സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുവോ മൂഢാത്മാവായ അവൻ മിഥ്യാചാരൻ എന്നാണ് അറിയപ്പെടുന്നത്. നാമത്തിലേക്ക് വരാം. നാമം 520. സാഗിന്യംബാ സ്വരൂപിണി. സാഗിനിയാകുന്ന അംബയുടെ സ്വരൂപമായിട്ടുള്ള ശക്തിയെ സാഗിന്യംബാ സ്വരൂപിണി എന്ന് വിശേഷിപ്പിക്കാം. സാഗിനി എന്ന വാക്ക് മാത്രമായിട്ട് നോക്കുമ്പോൾ ശാന്തമായിട്ടുള്ളത്, ഉറച്ചിരിക്കുന്നത് എന്നൊക്കെ അർത്ഥം. സാഗം എന്നാലോ കൂടിച്ചേർന്നത്, ഒന്നിച്ചുള്ളത്, പച്ചക്കറി, ഔഷധി എന്നൊക്കെയും അർത്ഥമുണ്ട്. അത് സഗ എന്ന വാക്കാകുമ്പോൾ അർത്ഥം മാറുന്നുണ്ട്. ബുദ്ധിശക്തിയാൽ പ്രയോഗിക്കപ്പെട്ടത് എന്നൊരർത്ഥമുണ്ട്. സഗയിൽ നിന്ന് സാഗ ഉണ്ടാകുന്നു, അല്ലേ? ശാന്തമായിട്ടുള്ള പ്രകൃതി, ഉറച്ചിരിക്കുന്ന പ്രകൃതം, ഔഷധ പ്രകൃതിയായിട്ടുള്ളവൾ എന്നൊക്കെയാണ് അർത്ഥതലങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അസ്ഥിധാതുവിൻ്റെ അവസാനത്തെ നാമത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അസ്ഥിയുടെ പ്രകൃതവും കർമ്മവും പുഷ്ടിയുമൊക്കെയാണ് ഇതുവരെ പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. ശരീരത്തിൽ മൊത്തം വ്യാപിച്ചിരിക്കുന്ന അസ്ഥിക്ക് ആധാരവും സ്വത്വവും നൽകുക എന്നതാണ് ഈ നാമത്തിലൂടെ ചെയ്യുന്നത്. കാരണം നാം എന്തിനേയും ഒരു ഉദ്ഭവത്തിൽ അധിഷ്ഠിതമാക്കുന്നു, അതിലൂടെ നാം അതിനെ നിരൂപിച്ചെടുക്കുന്നു. അസ്ഥിയാണെങ്കിൽ എല്ലായിടത്തുമുണ്ട്, എന്നാലോ തല മുതൽ പാദം വരെ ഒന്നു ചേർന്നാണ് അത് നിലകൊള്ളുന്നതും. അങ്ങനെ കൂടിച്ചേർന്ന അസ്ഥിയെ സാഗിനി എന്ന പദത്താൽ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. സാഗിനി ശക്തിയെ സാക്ഷാത്കരിക്കുന്ന പ്രഭാവമാണ് സാഗിന്യംബ. ഇനി സാഗിനിയാകുന്ന അമ്പയെ ശ്രദ്ധിക്കാം. ശരീരത്തിനൊരു അസ്തിത്വം നൽകിക്കൊണ്ട് ഉള്ളിൽ ഉറച്ചിരിക്കുന്ന അസ്ഥിക്ക് മൂലാധാരം എന്ന സ്ഥാനത്തിൽ സാഗിനിക്ക് അംബാസ്ഥാനം കൊടുത്തുകൊണ്ട് ശാന്തയും സ്ഥിരതയുമുള്ളതായിട്ടുള്ള പ്രഭാവമാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ആ ദേവിയുടെ അലങ്കാരം എങ്ങനെയാണെന്നോ, മൂലാധാരത്തിലെ ചതുർദള പദ്മത്തിൽ വരദ, ശ്രീ, ഷണ്ഡ, സരസ്വതി എന്നീ അക്ഷരദേവതമാരാൽ സേവിക്കപ്പെട്ടുകൊണ്ട് ചതുർബാഹുക്കളായിട്ട്, ഈ ചതുർബാഹുക്കളിൽ പിന്നിലെ കൈകളിൽ അങ്കുശം, പാശം എന്നിവയും മുന്നിലെ കൈകളിൽ താമരപ്പൂവും ജ്ഞാനമുദ്രയുമാണ് ധരിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആ ദേവി ചെറുപയർ ചേർത്ത അന്നം പ്രിയമുള്ളവളാണ്. പഞ്ചമുഖങ്ങളും 3 മിഴികളുമാണ് സാഗിനി ദേവിക്ക്. ആ ദേവി ഹ എന്ന അക്ഷരബീജത്തെ വഹിച്ചുകൊണ്ട് അസ്ഥിധാതുവിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് വിരാജിക്കുന്നത്. ഇവിടെ ഓരോ ധാതുവിനും ബീജാക്ഷരങ്ങളെ കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അക്ഷരോപാസനയുടെ പവിത്രത എടുത്ത് കാണിക്കുന്നത്. ഏത് ധാതു എടുത്തോ അതിൻ്റെ ബീജോപാസനയിൽ അക്ഷരവും കൂടി ചേർത്തിട്ടുണ്ട്. അക്ഷരോപാസനയുടെ തലത്തിൽ പറയുമ്പോഴോ ശ്രുതി സംജാതയാണ് സാഗിനി. താമരയുടെ 4 ദളങ്ങൾ, 4 വേദങ്ങളും അതിൻ്റെ മധ്യം ശ്രുതിയുമാണ്. ശ്രുതി എന്നാൽ അറിവ്. അറിവ് കൊടുത്തും എടുത്തും കൊണ്ട് സദാ സന്തോഷവതിയായിട്ട് വിരാജിക്കുന്ന സാഗിനി സ്വരൂപം തൻ്റെ സ്വരൂപം അറിഞ്ഞിട്ടുള്ളവളാണ്. അതിൻ്റെ ഉണ്മ മൂലമാണ് ആ പ്രഭാവത്തിന് സദാ ആനന്ദമുണ്ടാകുന്നത്. വിശ്വാധാരമായ ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോഴോ പ്രകൃതിയിലെ ഔഷധ സമ്പന്നമായിട്ടുള്ള സസ്യലോകം മാതൃഭാവത്തിൽ തൻ്റെ മക്കൾക്കായിട്ട് നിലകൊള്ളുകയാണ്. സസ്യങ്ങളില്ലെങ്കിൽ ജീവനില്ല, അല്ലേ? കഥയിലൂടെ നോക്കുമ്പോൾ ദേവിയുടെയും അനുബന്ധപ്പെട്ടവരുടെയും ശുശ്രൂഷകൾ മൂലം നമ്മുടെ ഗജവീരൻ ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്. അവനിനി കാട്ടിലേക്ക് പോകണം. ദേവിയുമായിട്ട് അത്യന്തം ഇണങ്ങിയ അവന് പോകുവാൻ മനസ്സില്ല. എന്നിരുന്നാലും അവനെ തൻ്റെ സ്ഥായി ഭാവത്തോടെ അവൻ്റെ ഗർഭഗൃഹത്തിലേക്ക്, അവൻ്റെ യഥാർത്ഥ വാസസ്ഥലത്തിലേക്ക് തിരിച്ചയക്കുകയാണ് ജഗദംബിക.
അന്നേരം ഔഷധികളുടെ മാതാവായ ശാന്തസ്വരൂപിണിയായ മഹാദേവിയെ സാഗിനി എന്ന നാമത്തിൽ വിശേഷിപ്പിക്കുകയാണ് ആ ദേവിയുടെ വാഗ്ദേവതമാർ. നമ്മളുടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത നമ്മുടെ ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ള ലോകവുമായിരിക്കട്ടെ. നമസ്കാര ശബ്ദം. ഓം സാഗിന്യംബാസ്വരൂപിണീ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി. ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.